ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം. അവിടെ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പിൻ എന്നാണ്, ശ്രമിക്കുകയും ചെയ്യുവിൻ എന്നാണ് നമ്മൾ വായിച്ച് നിർത്തിയത്. ഇവിടെ സമാധാനം ഒരു സഭയിൽ ഉണ്ടാകണമെങ്കിൽ അതിനകത്ത് എല്ലാ ആളുകളുടെയും ഒരു കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. നാം ചരിത്രത്തിലേക്ക് നോക്കിയാൽ സഭ പരാജയപ്പെട്ടത് സഭയ്ക്ക് പുറത്തുനിന്ന് ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴല്ല, പുറമേ നിന്നുള്ള ഒരു ശക്തിക്കും സഭയെ തകർക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണാം. ആ കാലഘട്ടത്തിലൊക്കെ ജീവൻ പോകുന്ന ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുമ്പോൾ ജീവൻ വരെ പോകാമായിരുന്ന സാഹചര്യത്തിൽ പോലും ആളുകൾ ധാരാളമായിട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ദൈവ വഴിയിലേക്ക് തിരികുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സഭ പരാജയപ്പെടുവാനായിട്ട് തുടങ്ങിയത് സഭയ്ക്കുള്ളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴാണ്. പുറമേ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ സഭ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അന്യോന്യം അവര് ചേർത്ത് പിടിച്ച് ശത്രുവിനെതിരെ അവര് ഒറ്റക്കെട്ടായിട്ട് നിന്നു. എന്നാൽ ഒരു സഭയെ തളർത്തുന്നത് സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രാഥമികമായിട്ടും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നും നമുക്ക് അനേക സഭകളുടെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ പോലും സഭയിൽ ദൈവവചന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സഭയ്ക്കുള്ളിൽ നടക്കുന്നതിന്റെ ഫലമായിട്ടും ദൈവജനത്തിന്റെ ഉത്തരവാദിത്വമില്ലാത്തതായിട്ടുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളുമാണ് സഭയ്ക്ക് ദോഷമായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ദൈവസഭയെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ആളുകൾ അവര് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ചില വിശ്വാസികൾ തെറ്റിപ്പോകുമ്പോൾ സഭയ്ക്കുണ്ടാകുന്ന ദോഷത്തെക്കാൾ വളരെ ഏറെയാണ് സഭയെ നടത്തുന്നതായ അല്ലെങ്കിൽ സഭയെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു ശ്രമം സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ ഒരു സഭയുടെ ഐക്യത്തിനും അതുപോലെ തന്നെ സഭയ്ക്കുള്ളിൽ ഉള്ള സ്നേഹം, പരസ്പര ബഹുമാനം, കൂട്ടായ്മ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. സഭയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആരുടെയെങ്കിലും ഒരു ആളെ അതിന് ഉത്തരവാദിയായിട്ട് കാണിക്കുക, പറയുക എന്നുള്ളതല്ല. മറിച്ച് ഏതൊരു പ്രശ്നത്തിലും സഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട്. എല്ലാവരുടെയും സഹകരണമാണ് ഒരു സഭയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും പോക്കിനും ഏറ്റവും ആവശ്യമുള്ളതായിട്ടുള്ളൊരു കാര്യം. നമുക്കറിയാം, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും പരിഹരിക്കപ്പെടാതെ കിടക്കുകയും അതിനെ വലുതാക്കുകയും ചെയ്യുക വഴി സഭയിലെ വിശ്വാസികളുടെ സ്നേഹവും അവരുടെ കൂട്ടായ്മയും ഒക്കെ നശിപ്പിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് സഭയുടെ സുരക്ഷിതത്വവും നന്മയും ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, എൻ്റെയും ഉത്തരവാദിത്വമാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അത് സഭയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുവാനായിട്ട് കഴിയുകയുള്ളൂ. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ കാല ആത്മീയ ജീവിതത്തിൽ സഭയെ നശിപ്പിക്കുന്നതിന് വേണ്ടി സഭയിലെ അംഗങ്ങൾ വളരെ വചനവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് സഭ നശിച്ചു കാണുവാനായിട്ടാണ് ആഗ്രഹം.
അതെന്താണ് അവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പ്രധാനമായും അവരിൽ ദൈവസ്നേഹമോ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളോ ഇല്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോൾ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ നന്മയ്ക്കും എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നാനാവിധ പശ്ചാത്തലങ്ങളുള്ളതായിട്ടുള്ള ആളുകൾ, വിവിധ പ്രായത്തിലുള്ള ആളുകൾ, വിവിധ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നതായിട്ടുള്ള ആളുകൾ, അങ്ങനെ വിവിധ സ്വഭാവ വിശേഷങ്ങളായിട്ടുള്ള ആളുകൾ ഒരു സഭയിൽ വരുമ്പോൾ അവർക്ക് അങ്ങനെ ഐക്യത്തോടെ പോകുവാനായിട്ട് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം പൊതുവിൽ ആളുകൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെ ഐക്യത്തിൽ പോകാനായിട്ട് കഴിയാതെ വരുമ്പോൾ അതിന് കാരണമായിട്ട് അവര് പറയുന്നത് അത് വിവിധ ഓരോരുത്തരും ഓരോ സ്വഭാവമല്ലേ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പ്രത്യേകതകളില്ലേ തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും പ്രത്യേകതകൾ ഉണ്ടെന്നുള്ളതും സ്വഭാവമുണ്ട് എന്നുള്ളതും ശരിയാണ്. എന്നാൽ ദൈവസഭയെ ഒരുമിപ്പിച്ച് നിർത്തുന്നതായിട്ടുള്ള ചില ഘടകങ്ങൾ ഇതിനെല്ലാം മീതെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണ് എന്നാണ് 4 മുതലുള്ള ചില വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ സഭയെ ഉപദേശിക്കുന്നത്. നിങ്ങളെ വിളിച്ചപ്പോൾ, 4-ാം വാക്യം, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. അപ്പോൾ ഒരു സഭയിലെന്നല്ല, ദൈവം വിളിക്കുന്നതായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരൊറ്റ പ്രത്യാശയാണ് ദൈവം കൊടുക്കുന്നത്. ഏക പ്രത്യാശ. 2 പ്രത്യാശകൾ അല്ലെങ്കിൽ 2 ആശകൾ അല്ലെങ്കിൽ 2 ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നല്ല പറയുന്നത്. ഒരൊറ്റ ലക്ഷ്യമേ വിളിച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിട്ടുള്ളൂ. ഏക പ്രത്യാശയാണ്. ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഓരോ വിളിയല്ല. എല്ലാവരും ആത്യന്തികമായിട്ട് എല്ലാവരും എത്തിച്ചേരേണ്ടതായിട്ടുള്ള സ്ഥലവും നോക്കി ജീവിക്കേണ്ടതായിട്ടുള്ള സ്ഥലവും ഒന്നാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആളുകൾക്ക് ഐക്യത്തോടെ മുമ്പോട്ട് പോകേണ്ടുന്നത് ആവശ്യവുമാണ്. അത് സാധിക്കുകയും ചെയ്യും. നമുക്കറിയാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങളോടുകൂടി മുമ്പോട്ട് പോകുന്നതായിട്ടുള്ള ഒരു കുടുംബത്തിലാണെങ്കിലും ഒരു കൂട്ടമാണെങ്കിലും അവർക്ക് ഐക്യമുണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും ലക്ഷ്യങ്ങളുമാണ്. എന്നാൽ നമ്മളുടെ ആരുടെയും താല്പര്യങ്ങൾക്കോ ലക്ഷ്യങ്ങൾക്കോ വേണ്ടി ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്തത്വവും നമുക്കില്ല. മറിച്ച് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഏക പ്രത്യാശയ്ക്കായി നിങ്ങൾ വിളിച്ചു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനും ഒരുമിച്ച് നിൽക്കുന്നതിനും തടസ്സമായിട്ട് നമ്മളുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ഇടതരുന്നില്ല. കാരണം എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണുള്ളത്. ശരി, ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചു. പക്ഷെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള പ്രത്യാശ ഒന്നാണെങ്കിലും അതിൻ്റെ കൂടെ നമ്മളുടേതായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നാം കൂട്ടിച്ചേർക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരുമ എന്ന് പറയുന്നത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവം ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി എല്ലാവരെയും വിളിച്ചപ്പോൾ നാം എല്ലാവരും അതിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഒരു പ്രത്യാശയാണ് നിങ്ങളെ വിളിച്ചതുപോലെ. ശരീരം ഒന്ന്. നമ്മെ ദൈവം വിളിച്ച് ഒരു ശരീരത്തിന്റെ അവയവങ്ങളാക്കി നിലനിർത്തിയിരിക്കുന്നു എന്ന് നമ്മൾ അനേക വേദഭാഗങ്ങളിലൂടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ശരീരമാണ് എന്ന് പറയുമ്പോൾ ആ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഓരോ ദൈവ വിശ്വാസികളും അല്ലെങ്കിൽ ഓരോ ദൈവ മക്കളും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണെങ്കിൽ ആ ശരീരത്തെ നിയന്ത്രിക്കുന്നത് നമുക്കറിയാമല്ലോ. നമ്മുടെ എല്ലാം ശരീരത്തിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ നിന്നാണ്, അല്ലെങ്കിൽ ബ്രെയിൻ, തലച്ചോറിൽ നിന്നാണ് എല്ലാ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഈ ശരീരത്തിന്റെ തല എന്ന് പറയുന്നത് കർത്താവാണ്. അപ്പോൾ ശരീരം ഒന്നായിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ തലയാകുന്ന കർത്താവിൽ നിന്നാണ് എല്ലാവരും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു സഭയിൽ ഐക്യമുണ്ടാകുക എന്ന് പറയുന്നത്
വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. നിർദ്ദേശങ്ങൾ വരുന്നത് തലയിൽ നിന്നായിരിക്കണം. നമുക്കറിയാം, തലയിൽ നിന്ന് നമ്മുടെ തലയിൽ നിന്ന് ഓരോ അവയവത്തിനും വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പോവുക എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. അങ്ങനെ പോയാൽ ആ ശരീരത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നാം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് തലയിൽ നിന്നാണ് എങ്കിൽ നമുക്ക് ഒരുമിച്ച് ഐക്യത്തോടെ മുമ്പോട്ട് പോകുവാനായിട്ട് യാതൊരു വക തടസ്സവുമില്ല. എന്നാൽ തലയാകുന്ന ക്രിസ്തുവിൽ നിന്നല്ലാതെ നമ്മുടെ ജഡത്തിൽ നിന്നോ അല്ല എങ്കിൽ ലോകത്തിന്റെ മറ്റ് മോഹങ്ങളിൽ നിന്നോ ഒക്കെയാണ് നാം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ ഒരിക്കലും ഒരു ഐക്യം ഉണ്ടാകുക എന്ന് പറയുന്നത് സാധ്യമല്ല, അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ജഡത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ജഡത്തിന് അവിടെ ഒരു ആളത്വം കൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം നമ്മുടെ ജഡത്തിൽ നിന്നുള്ള നിർദ്ദേശം സ്വീകരിക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. ആദമും ഹൗവയും ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം അവരുടെ ജഡത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ശരിയും തെറ്റുമൊക്കെ അവർ തീരുമാനിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരുടെ വീഴ്ചയ്ക്ക് കാരണം, അല്ലെങ്കിൽ വീഴ്ചയുടെ അടയാളം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മെ വിളിച്ചപ്പോൾ ഒരു ശരീരമായിട്ടാണ് വിളിച്ചത്. ഒരു സഭ എന്ന് പറയുന്നത് ഒരു ശരീരമാണ്. അവിടെ പല ശരീരങ്ങളില്ല. ക്രിസ്തു തലയായിട്ട് രണ്ട് ശരീരം സഭയിലില്ല, ഒരൊറ്റ ശരീരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടു വിധത്തിൽ ചിന്തിക്കാനും രണ്ടു വഴിക്ക് പോകുവാനുമുള്ളതായ സ്വാതന്ത്ര്യമോ ഒന്നും ഒരു സഭയ്ക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരം ഒന്നാണ്, അതുകൊണ്ട് ഒരുമിച്ച് പോകുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കാണുന്നത് ആത്മാവ് ഒന്ന്. എന്താണ് ആത്മാവ് ഒന്നാകുന്നത് കൊണ്ടുള്ള പ്രയോജനം? എല്ലാവരിലും ആത്മാവ് ഒന്നാകുന്നത് കൊണ്ട് ആത്മാവിന്റെ നിർദ്ദേശങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പലപ്പോഴും സഭകളിൽ ഭിന്ന അഭിപ്രായങ്ങൾ വരുന്നതും ഭിന്ന പക്ഷങ്ങളും ഉണ്ടാകുന്നത് ഈ ഒരേ ആത്മാവിന്റെ ഉപദേശത്തിനനുസരിച്ച് ആ സഭയിലെ അംഗങ്ങൾ പോകുവാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുകയും ആ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഒരു പക്ഷേ ചില തോന്നലുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അത് സംബന്ധിക്കുന്നതായിട്ടുള്ള ആലോചനകളും ഒക്കെ വരുമ്പോൾ ഏറ്റവും യോഗ്യമായിട്ടുള്ള തീരുമാനത്തിന് ദൈവമക്കൾ എല്ലാവരും വിധേയപ്പെടും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിനെന്നാണ് റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം പഠിച്ചത്. അപ്പോൾ ഒരാൾക്ക് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മീക വളർച്ചയുടെ ഒരു ഭാഗമായിട്ടിരിക്കുന്ന കാര്യമാണ്. എത്രത്തോളം ഒരാൾ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനെ പോലെ ആയിട്ടുണ്ടോ അത്രത്തോളമേ ദൈവത്തിന്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആത്മാവ് ഒന്നായിരിക്കുന്നത് കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആലോചനകൾ, ആത്മാവിൽ നിന്നാണ് നാം ആലോചനകൾ പ്രാപിക്കുന്നതെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആലോചനകൾ വരികയില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒന്നു തന്നെ ചിന്തിക്കുകയും ഏകഭാവമുള്ളവരായി എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. ഏക മനസ്സ്, ഏകഭാവം, ഒന്നു തന്നെ ചിന്തിക്കുക. ഈ പ്രയോഗങ്ങളൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാം വചനത്തിൽ വായിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ കർത്താവ് ഒരുവൻ. അപ്പോൾ ദൈവമക്കൾക്ക്, ഒരു സഭയിലെ ദൈവമക്കൾക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവ് ഒരുവൻ. ആരാണ് നമ്മുടെ കർത്താവ്? യേശുക്രിസ്തു. യേശുക്രിസ്തു നമ്മുടെ കർത്താവാണ് എങ്കിൽ എല്ലാവരും ആ ഒരു കർത്തൃത്വത്തിന്റെ കീഴിലാണ് എങ്കിൽ അവിടെ ഒരു ഭിന്നതയ്ക്കുള്ള യാതൊരു സാധ്യതയുമില്ല. യേശു കർത്താവ് അല്ലെങ്കിൽ പിന്നെ
ആരാണ് നമ്മുടെ കർത്താവായി തീരുവാൻ നമുക്ക് കഴിയുക? നമുക്ക് തന്നെ നമ്മുടെ കർത്താവായിട്ട് തീരുവാനായിട്ട് കഴിയും. അതായത് ഞാൻ തീരുമാനിക്കും, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ അവിടുത്തെ കർത്താവ് എന്ന് പറയുന്നത് താൻ തന്നെയാണ്. താൻ തന്നെയാണ് കർത്താവെങ്കിൽ, യേശു കർത്താവല്ല എങ്കിൽ പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ യേശുവിനെ നമ്മൾ കർത്താവായിട്ട് സ്വീകരിച്ച് യഥാർത്ഥത്തിൽ യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണ് നാം മുമ്പോട്ട് പോകുന്നതെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് അനുസരിക്കുവാനായിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. അപ്പോഴും അവിടെ ഒരു യോജിപ്പിന് തടസ്സമില്ല. എന്നാൽ നാം നമ്മെ തന്നെയോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യരാലോ നമ്മുടെ മറ്റ് മോഹങ്ങളാലോ ആണ് നിയന്ത്രിക്കപ്പെടുന്നതെങ്കിൽ അവിടെ ഐക്യം എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരെയും കർത്താവ് ഒരുവനാണോ? നാം എല്ലാവരും കർത്താവെ കർത്താവെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ അത് കേവലം ഒരു വിളി മാത്രമാണോ, അതെയോ അത് അർത്ഥമാക്കിയാണോ നാം യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നത്? യേശുവിനെ അർത്ഥമാക്കിയാണ് നാം കർത്താവ് എന്ന് വിളിക്കുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ യേശുവിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് സഭയിൽ ഐക്യം ഉണ്ടാകുവാനായിട്ട് സാധിക്കും. പിന്നെ വിശ്വാസം ഒന്ന്. നമ്മളെല്ലാവരുടെയും വിശ്വാസം ഒന്നാണ്. രക്ഷാകരമായ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. രക്ഷയ്ക്ക് ഉതകുന്നതായിട്ടുള്ള വിശ്വാസം, അതെല്ലാം ഒന്നാണ്. പിന്നെ എന്താണ്? സ്നാനം ഒന്ന്. ഇവിടെ സ്നാനം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്നാനത്തെക്കുറിച്ച് ഇന്ന് സഭകളിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള പഠിപ്പീരുകൾ പൊതുവിൽ തെറ്റാണ് എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സ്നാനം ഒന്ന്. നിങ്ങൾ ആരോട് ചേരുവാനായിട്ടാണ് സ്നാനമേറ്റത്? ക്രിസ്തുവിനോട് ചേരുവാനായിട്ടാണ് നാം എല്ലാവരും സ്നാനമേറ്റത്. അപ്പോൾ നാം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സ്നാനം ഒന്നാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരും ചേർന്നിരിക്കുന്നതും എല്ലാവരും ധരിച്ചിരിക്കുന്നതുമായിട്ടുള്ളത് യേശു ക്രിസ്തുവിനെയാണ്. അവിടെയും നമുക്ക് ഒരു യോജിപ്പ് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാവർക്കും മീതെയുള്ളവനും. യഥാർത്ഥത്തിൽ കർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അർത്ഥമാക്കുന്നുണ്ട്. എന്നാൽ പിതാവായ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മീതെയുള്ളവൻ, സകലർക്കും മീതെയുള്ളവൻ ഒന്നാണ്. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ ഒന്നാണ്. എല്ലാവരിലും ഇരിക്കുന്നവൻ ഒന്നാണ്. എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവനാണ്. പ്രിയമുള്ളവരെ, എന്തോരു വലിയ ഐക്യതയാണ് ദൈവസഭയിൽ ഉണ്ടാകേണ്ടത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്തൊക്കെയാണുള്ളത്? ഏക പ്രത്യാശ, ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനൊന്ന്, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനൊന്ന്, എല്ലാവരിലും ഇരിക്കുന്നവനൊന്ന്, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. 10 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പൊതുവായിട്ട് എല്ലാ വിശ്വാസികൾക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഭയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക താല്പര്യം എന്ന് പറയുന്നത് അവർക്കൊരു വായേ ഉണ്ടാകാൻ പാടുള്ളൂ, അവർക്കൊരു ഹൃദയമേ ഉണ്ടാകാൻ പാടുള്ളൂ, അവർക്കൊരു മനസ്സേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ, അവർക്ക് ഒരു ഭാവമേ ഉണ്ടാകുവാനായിട്ട് പാടുള്ളൂ. എന്നാൽ ഇതൊന്നും ഇന്ന് സഭകളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യത്തിൽ ആളുകൾക്ക് വളരെയേറെ പിശകുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും പ്രത്യാശ ഒന്നാണോ? എന്നാൽ ഞാനൊരു കാര്യം പറയാം, എല്ലാവരുടെയും പ്രത്യാശ ഒന്നല്ല എന്ന് നമുക്ക് കാണാം. ഈ ലോകത്തിൽ പലർക്കും, അനേകർക്കും, ദൈവമക്കൾ എന്ന് പറയുന്നവർക്കും അവരവരുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അത് നിലനിൽക്കുന്നിടത്തോളം ഒരിക്കലും
ഈ ഒരുമ എന്ന് പറയുന്നത് ഉണ്ടാകുക അസാധ്യമാണ്. അതുപോലെ തന്നെ ഒരു ശരീരമായിട്ട് നിലനിൽക്കാനായിട്ട് മനസ്സില്ലാതെ, മറ്റുള്ളവരോട് ചേരുവാൻ താല്പര്യമില്ലാതെ, നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറക്കഷ്ണങ്ങൾ എന്ന് യൂദയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു കല്ല് ചോറിനകത്ത്, അരിക്കകത്ത് കുടുങ്ങിയാൽ ആ അരി വേവിച്ചാലൊന്നും ആ കല്ലിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അത് അങ്ങനെ തന്നെ കിടക്കും. അരി അത് ചോറായിട്ട് മാറും, പക്ഷെ കല്ല് കല്ലായിട്ട് തന്നെ കിടക്കും. അത് ആ അരിയുടെ അല്ലെങ്കിൽ ചോറിന്റെ ആസ്വാദനത്തിന് ഒരു തടസ്സമായിട്ട് നിൽക്കും. അതുപോലെ മറ്റുള്ളവരോട് ചേരുവാൻ, സ്നേഹത്തിൽ, ഏകഭാവത്തിൽ ചേരുവാൻ മനസ്സില്ലാതെ വേറിട്ട് നിൽക്കുന്നതായിട്ട് ചില ആളുകളുണ്ട്. ഇന്ന് നമുക്ക് നോക്കിയാൽ അനേക സഭകളിലും നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കാണാം. അവര് നാമമാത്ര വിശ്വാസവും അല്ലെങ്കിൽ നാമമാത്ര സഭാ അംഗത്വവും സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സഭ അവർക്ക് കേവലം വിവാഹത്തിനോ അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾക്കോ ഒക്കെ വേണ്ടുന്നതായിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവര് ഒരു ശരീരത്തിന്റെ ഭാഗമാകാനായിട്ട് അവർക്ക് മനസ്സില്ല. കാരണം ഒരു ശരീരത്തിന്റെ ഭാഗമായാൽ, ഒരാൾ ഒരു ശരീരത്തിന്റെ ഭാഗമായാൽ ആ ആൾക്ക് ആ ശരീരം സംബന്ധിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്. അതുപോലെ തന്നെ പദവികളുമുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൈ ശരീരത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അതിന് ജീവനുണ്ട്, അതിന് ശരീരത്തോട് ഉത്തരവാദിത്വവുമുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന്റെ പോഷണങ്ങൾ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകളും അല്ലെങ്കിൽ അവകാശവും ഒരു കൈക്കുണ്ട്, ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം. എന്നാൽ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ താല്പര്യപ്പെടുകയാണ് ഒരു കൈയെങ്കിൽ നമുക്കറിയാം അതിന് ജീവൻ ഉണ്ടാകുകയില്ല, ശരീരത്തിന് പ്രയോജനം ഉണ്ടാകുകയില്ല, ശരീരത്തിന്റെ ഒരു പ്രയോജനവും ആ കൈക്കും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ശരീരമായി തീരുവാൻ, അങ്ങനെ ദൈവസഭയുടെ പണിയിൽ ഒരു പങ്കാളിയായി ഞാനും തീരും എന്നൊരാള് ചിന്തിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തില്ല എങ്കിൽ വിശ്വാസികളുടെ സ്നേഹസ്ഥിതികളിൽ മറഞ്ഞു കിടക്കുന്ന പാറക്കല്ലുകളായിട്ട് മാത്രമേ അവരിയ്ക്കുന്നുള്ളൂ. അവരിൽ ജീവൻ ഉണ്ടാകുകയില്ല. ഒരുപക്ഷെ ചില അഭിനയങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. അപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആത്മാവ് ഒന്ന്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ വേറൊരു സുവിശേഷം, വേറൊരു കർത്താവ്, വേറൊരു ആത്മാവ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ദൈവാത്മാവല്ല നമ്മളിൽ വസിക്കുന്നത്. ആ ആത്മാവിനാലല്ല നാം നിയന്ത്രിക്കപ്പെടുന്നതെങ്കിൽ പിന്നെ നമ്മെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആത്മാവ് എന്ന് പറയുന്നത് സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു ആത്മാവായിരിക്കും. അങ്ങനെയുള്ള ആത്മാക്കളാണ് സഭയിൽ ഭിന്നതയ്ക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ ഇടയാക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കർത്താവ് ഒരുവൻ, നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചു. നാം തന്നെയാണോ കർത്താവ്? നമ്മുടെ ജീവിതത്തിന്റെ സിംഹാസനത്തിൽ നാം തന്നെയാണോ കയറിയിരിക്കുന്നത്? അല്ല എങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രൊഫഷനാണോ, നമ്മുടെ വേണ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തികളാണോ നമ്മളുടെ കർത്താവായിട്ട്, അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളായിട്ടാണോ നാം ഇരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഐക്യം എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വാസം. ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു വാക്ക് ക്രിസ്തീയ ലോകത്ത് വിശ്വാസം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു വിശദീകരണം ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ അറിവിനെയോ അല്ല എങ്കിൽ നമ്മളുടെ ബുദ്ധിതലത്തിലുള്ളതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊന്നും വിശ്വാസമായിട്ട് പരിണമിച്ചിട്ടുണ്ടാവാൻ യാതൊരു വക സാധ്യതയുമില്ല. അത് വിശ്വാസമായി പരിണമിച്ചാൽ മാത്രമേ വചനം നമുക്ക് പ്രയോജനമായി തീരുകയുള്ളൂ എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മളുടെ അറിവിൽ നമ്മൾക്ക് ജ്ഞാനം വർദ്ധിപ്പിക്കുന്ന നിലയിലാണ് ദൈവവചനം ഇരിക്കുന്നതെങ്കിൽ അത് നമ്മളുടെ വിശ്വാസത്തെ സ്വാധീനിക്കുന്നില്ല. അങ്ങനെയുള്ള വികലമായതോ തെറ്റായിട്ടുള്ളതോ അപൂർണമായിട്ടുള്ളതോ വളരാത്തതോ ആയിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആത്മീയമായി പ്രയോജനപ്പെടാൻ കഴിയാത്ത നിലയിൽ ഉള്ളതായ കാര്യമാണ്. സ്നാനമൊന്ന്. പിന്നെ എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവുമായവൻ പിതാവുമായവൻ ഒരുവൻ. ആരാണ് നമ്മുടെ ദൈവവും പിതാവുമായത്? പലപ്പോഴും
ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിശ്വാസികളുടെ മനസ്സ് ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കി കളഞ്ഞു. അപ്പോൾ ഈ ലോകത്തിനൊരു ദൈവമുണ്ട്. പിശാച് കർത്താവിനെ ഉയർന്ന ഒരു മലയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞത്, ഇതാ ഈ സർവ്വമഹത്വവും സകലതും എന്റെ കീഴിലാണ്. അപ്പോൾ കർത്താവ് അതിനെ നിരസിച്ചില്ല. തൻ്റെതെല്ലാം നിന്റേതല്ല എന്ന് പറഞ്ഞില്ല. അവന്റെ അധീനതയിലാണ് ഇത് കിടക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നാം ഈ ലോകത്തിന്റെ ക്രമത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നവരാണ് എങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മുടെ പിതാവായ ദൈവമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ദൈവ മക്കൾക്ക്, വീണ്ടുജന്മം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾക്ക് ഐക്യത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ ഇതെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉള്ളപ്പോൾ തന്നെ അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വ്യത്യാസമായിട്ട് പറയുകയാണ്. ഇതിനു മുമ്പ് ഏകമായിരിക്കുന്ന, ഒന്നായിരിക്കുന്ന, പൊതുവായിരിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അതെന്താണ് എന്നാണ് അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്താണ്? എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതായത് ശുശ്രൂഷകൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും ദൈവം ദാനമായി കൊടുത്തിരിക്കുന്നതായ കൃപ വ്യത്യസ്ത തലങ്ങളിലാണ് എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, സഭ ഒരു ശരീരമാണ് എന്ന് നാം കണ്ടുവല്ലോ. ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ് സഭയിലെ എല്ലാ വിശ്വാസികളും എന്നുള്ളതും നാം കൂടെ കൂടെ പറയുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു ശരീരത്തിന്റെ അവയവങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്വങ്ങളും വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങളുമാണുള്ളത്. ദൈവം കണ്ണിനെ ക്രമീകരിച്ചിരിക്കുന്നത്, ചെവിയെ ക്രമീകരിച്ചിരിക്കുന്നത്, മൂക്ക്, അതുപോലെ തന്നെ കൈ കാലുകളെല്ലാം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ദൈവം ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനവും പ്രാധാന്യവും ഉത്തരവാദിത്വവും കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ പൊതുവായിട്ട് ഈ 10 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ വ്യത്യസ്തമായിട്ട് ഉള്ള കാര്യം എന്ന് പറയുന്നത് ഓരോ അവയവത്തിന്റെയും ഉത്തരവാദിത്വങ്ങളും സ്ഥാനവും വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ദൈവം അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ദാനങ്ങളെന്നോ കൃപാവരങ്ങളെന്നോ ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നാം അതിനെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഒരു കണ്ണ് ആയിരിക്കുന്ന ഒരു അവയവത്തിന് എനിക്ക് ടേസ്റ്റ് അറിയാനായിട്ട്, രുചി അറിയുവാനായിട്ട് താല്പര്യമുണ്ട്, എനിക്ക് രുചി അറിയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു പരാതി ഒരിക്കലും ഒരു കണ്ണ് പറയില്ല. കാരണം കണ്ണിനെ സംബന്ധിച്ച് അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ രുചി അറിയുവാനായിട്ടുള്ള മറ്റൊരു അവയവം നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ആ അവയവത്തെ ആ കാര്യത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ശരീരത്തിന് ചെയ്യുവാൻ കഴിയുന്നതായ അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഏതിനെങ്കിലും പ്രാപ്തി ഇല്ല എന്ന് ഒരവയവവും പറയുവാനായിട്ട് പാടില്ല. ഓരോ അവയവത്തിനും ദൈവം കൊടുത്തിരിക്കുന്ന ദാനം അല്ലെങ്കിൽ കൃപയ്ക്ക് ഒത്തവണ്ണം ഓരോ അവയവത്തിന്റെയും ശുശ്രൂഷകൾ വ്യത്യസ്തങ്ങളായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ ഒരു സഭ പൂർണ്ണമാകുന്നത് വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങളോടുകൂടെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ അവർ ഒരുമയോടെ പ്രവർത്തിക്കുമ്പോഴാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കണ്ണ് പറയുകയാണ്, എനിക്ക് രുചി അറിയുവാനായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യങ്ങളും കാണാനായിട്ട്, കണ്ട് ശരീരത്തിന് വേണ്ടുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ സഹകരിക്കുന്നില്ല എന്ന് കണ്ണ് പറഞ്ഞാൽ ഉള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ ഏതൊരു അവയവത്തിന്റെയും കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പോൾ
നാം ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു ശരീരം അതിൻ്റെ പൂർണ്ണമായ നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫലകരമായിട്ടുള്ള നിലയിൽ ആരോഗ്യപരമായിട്ടുള്ള നിലയിൽ മുമ്പോട്ട് പോകുവാനിടയാവുന്നത്. അല്ല നമുക്ക് ഓരോ അവയവത്തിനും ആ അവയവത്തിന്റെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളാണ് എങ്കിൽ ഒരിക്കലും ഒരു ശരീരത്തിന് ശരിയായി പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരു കൈ വിചാരിക്കുകയാണ് ഞാൻ മാത്രം വളർന്നാൽ മതി എന്ന് വിചാരിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ളൊരു വ്യക്തിയെ കണ്ടാൽ എത്രയോ പരിതാപകരമാണ്. നമുക്കറിയാമല്ലോ, ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ പണ്ട് മന്ത് എന്ന് പറയുന്ന രോഗം ധാരാളമായിട്ടുണ്ടായിരുന്നു. മന്ത് പിടിച്ചതായിട്ടുള്ള ആളുകളുടെ കാലുകളൊക്കെ ചിലപ്പോൾ ഒരു കാലായിരിക്കും അങ്ങനെ വല്ലാതെ വണ്ണം വെച്ച് ഒക്കെ ഇരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ശരീരം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് സഹതാപമാണ്, ദുഃഖമാണ്, ഒരിക്കലും സന്തോഷമല്ല. എന്ന് പറഞ്ഞതുപോലെ ഒരു സഭയിലെ ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും അവരവരുടെ ശുശ്രൂഷകളെ, അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ, അവരവർക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപകൾ എന്ത് എന്നുള്ളത് മനസ്സിലാക്കി ആ നിലയിൽ അവിടെ അവർ ഫലകരമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ അതൊരു മനോഹരമായ ഒരു സഭയായിട്ട് മാറും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭയിൽ ഏകമായി അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ അവയവങ്ങൾ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്തമാണ്. ഇത് മനസ്സിലാക്കി അതിനെ വിധേയപ്പെടുമ്പോഴാണ് ഒരു സഭയ്ക്ക് നന്നായി മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു സഭയുണ്ട്, നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, വചനം നമുക്കുണ്ട്, നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവുണ്ട്, നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും, അതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ജീവനും ഭക്തിക്കും വേണ്ടി ഇതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഒന്നിനും ഒരു കുറവുമില്ല. പിന്നെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള ആ കാര്യങ്ങളോടുള്ള പ്രതിബദ്ധതയും നമ്മുടെ താല്പര്യവും നമ്മുടെ സമർപ്പണവും മാത്രവുമാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യചിഹ്നം എന്ന് പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സഭയായി നാം ഒരു ശരീരം പോലെ മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും അവകാശങ്ങൾ ഒരു സഭയിലുണ്ടെന്നാൽ അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങളുമുണ്ട്. ഉത്തരവാദിത്വങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള യാതൊരു അവകാശങ്ങളും നമുക്ക് ഈ ലോകത്തിലില്ല, സഭയിൽ പോലും അത് അശേഷമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. നാം ശരീരത്തിന്റെ ഒരു അവയവമാണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. എനിക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ നാം ഒരു അവയവമായി തീർന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.